പഠിക്കുന്ന കാലത്ത് പ്രശാന്തും പ്രവിശയും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ആഗ്രഹിച്ച പോലെ ഇരുവരും വിവാഹിതരായി 13 വർഷം ഒരുമിച്ച് ജീവിച്ചു. എന്നാൽ ഒരുമിച്ച് ജീവിച്ച കാലമത്രയും പ്രശാന്തിൽ നിന്ന് പ്രവിശയ്ക്ക് നേരിടേണ്ടി വന്നത് കടുത്ത പീഡനമാണ്. 3 വർഷം മുൻപ് നിയമപരമായി വിവാഹബന്ധം വേർപിരിഞ്ഞു. വീണ്ടും ഒരുമിച്ച് ജീവിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരമായി ശല്യം ചെയ്യുകയായിരുന്നു പ്രശാന്ത്. നടുവേദനയെ തുടർന്ന് ചെറുവണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കഴിയുന്ന പ്രവിശയെ കാണാനായി ഇന്ന് രാവിലെ എത്തിയതും ഇതേ ആവശ്യം ഉന്നയിച്ചാണ്. ആവശ്യം അംഗീകരിക്കാത്തപ്പോൾ പ്രശാന്ത് അക്രമകാരിയായി. ആസിഡ് ഒഴിച്ച് ശരീരമാസകലം പൊള്ളിച്ചു. അക്രമം അതിക്രൂരമായിരുന്നുവെന്ന് സംഭവം അറിഞ്ഞോടിയെത്തിയവരും പറയുന്നു. സ്ത്രീയുടെ ഒരു ഭീകരമായ സൗണ്ട് ഒരു ലഹള കേട്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഒരാൾ ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് കാണുന്നു. പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കല്ലോട്ട് ആശുപത്രിയിൽ എത്തിച്ചാണ്. ഈ എരവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഈ ഇവരുടെ ശരീരത്തിലെ രൂപങ്ങളൊക്കെ മാറിത്തുടങ്ങിയിരുന്നു. പിന്നെ ദേഹത്തും ഈ മുഖത്തിൻ്റെ ഒരു ഭാഗം കഴുത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. പ്രശാന്ത് ഒരു സ്ഥിരം ശല്യക്കാരനായിരുന്നുവെന്ന് പറയുകയാണ് പ്രവിശയുടെ അമ്മ സ്മിത. സ്മിതയെയും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രവിശയുടെ മകനെയും പലതവണ മർദ്ദിച്ചിട്ടുണ്ട്. മദ്യപിച്ചെത്തിയാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വന്നെന്നും പ്രശ്നമാണ്. ഞങ്ങളെ വീട്ടിൽ തന്നെ ജനലെല്ലാം അടിച്ച് തകർത്തിട്ട് എന്നും പ്രശ്നം തന്നെയാണ്. അങ്ങനെയാണ് ഓള് ബന്ധം വേണ്ടാന്ന് വെച്ചത്. 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 2.5 വർഷമായി ഒഴിഞ്ഞിട്ട്. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് വീട്ടിൽ വരാണ്ട് കോഴിക്കോട് സുരക്ഷയിലാണ്. 6 മാസം വരെ സുരക്ഷയിൽ നിന്ന്. മുഖത്തും നെഞ്ചിലും പൊള്ളലേറ്റ പ്രവിശയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും പിന്നാലെ കൂടി ആസിഡ് ഒഴിക്കുകയായിരുന്നു. മേപ്പയ്യൂർ പോലീസ് എത്തി പിടികൂടും മുൻപേ പ്രതി പ്രശാന്ത് തന്നെ സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പ്രവിശയ്ക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണം അത്ര നിസ്സാരമായ ഒന്നല്ല. നിയമപരമായി വേർപിരിഞ്ഞിട്ടും ശല്യം സഹിക്കേണ്ടി വരുന്നത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. സംഗതി ഒരുതരം ടോക്സിക്കാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.